Dear students, welcome to 101.5 FM ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. Dear students, 2024 മാർച്ചിൽ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും വിജയാശംസകൾ. ഉയർന്ന മാർക്കിലേക്ക് ആകാശവാണിയുടെ ഒരു വഴികാട്ടിയാണ് രാത്രി 8 മണിക്കുള്ള റേഡിയോ ടീച്ചർ പ്രക്ഷേപണ പരമ്പര. ശ്രദ്ധയോടെ കേട്ട് പഠിക്കുക. ഓക്കെ, ഈ ക്വിസ് പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമായി ഈ പരിപാടിയുടെ അവസാനം 2 ജനറൽ നോളജ് ചോദ്യങ്ങൾ. അവയുടെ ഉത്തരം രാത്രി 9 മണിക്ക് മുമ്പ് വാട്സാപ്പ് ചെയ്താൽ നറുക്കെടുപ്പ്, അപ്രതീക്ഷിത സമ്മാനം. ഓക്കെ, വാട്സാപ്പ് നമ്പർ 9495967080 9495967080. ഉത്തരങ്ങൾ അയക്കുമ്പോൾ സ്വന്തം പേരും സ്കൂളിന്റെ പേരും ജില്ലയും ടൈപ്പ് ചെയ്യാൻ മറക്കല്ലേ. റേഡിയോ ടീച്ചർ വാട്സാപ്പ് നമ്പർ ഫോണിൽ സേവ് ചെയ്ത് വെക്കാം. നമ്പർ ഒരിക്കൽ കൂടി 9495967080. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. Let us start. Radio teacher, radio teacher. ഇതാ ക്വിസ് മാസ്റ്ററായ ടീച്ചർ സ്വയം പരിചയപ്പെടുത്തുന്നു. ഒപ്പം വിവിധ സ്കൂളുകളിൽ നിന്നും ക്വിസിൽ പങ്കെടുക്കാനെത്തിയ ടീം അംഗങ്ങളായ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും. ആകാശവാണി കണ്ണൂർ നിലയത്തിൻ്റെ റേഡിയോ ടീച്ചർ എന്ന ക്വിസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഫിസിക്സ് ആണ്. ഞാൻ തളിപ്പറമ്പ മൂത്തേടത്ത് ഹൈസ്കൂളിലെ ഫിസിക്സ് അധ്യാപകനാണ്. പേര് KV പ്രദീപ് കുമാർ. ഇന്നിവിടെ പങ്കെടുക്കാൻ 5 ടീമുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് ടീം അംഗങ്ങളെയും ഓരോരുത്തരെയായി പരിചയപ്പെടാം. ടീം എ. എൻ്റെ പേര് കൃഷ്ണേന്ദു പി. എൻ്റെ പേര് ജായിസ. ഞങ്ങൾ GHSS പാലയാട് സ്കൂളിൽ നിന്നും വരുന്നു. ടീം ബി. എൻ്റെ പേര് നിവേദ്യ രകേശ്. എൻ്റെ പേര് പ്രാർത്ഥന NK. നമ്മൾ രണ്ടുപേരും GHSS പള്ളിക്കുന്ന് സ്കൂളിൽ നിന്ന് വരുന്നു. ടീം സി. എൻ്റെ പേര് അയന MK. എൻ്റെ പേര് കൃഷ്ണനന്ദ MK. ഞങ്ങൾ രണ്ടുപേരും GHSS ചെലോറയിൽ നിന്ന് വരുന്നു. ടീം ഡി. എൻ്റെ പേര് പ്രസ്വിദസ് നാരായണൻ. എൻ്റെ പേര് അഭിഷേക് TV. ഞങ്ങൾ രണ്ടുപേരും AVS GHSS കരുവള്ളൂരിൽ നിന്ന് വരുന്നു. ടീം ഇ. എൻ്റെ പേര് രശ്വന്തൻ. എൻ്റെ പേര് നിഹാൽ കൃഷ്ണ. നമ്മൾ രണ്ടുപേരും ചെമ്പിലോട് HSS നിന്ന് വരുന്നു. അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. ചെറിയൊരു പ്രോബ്ലമാണ്. പ്രൈമറിയിൽ 1000 ചുറ്റുകളുള്ള ഒരു ട്രാൻസ്ഫോമറിൽ 200 വോൾട്ട് നൽകുമ്പോൾ അതിൻ്റെ സെക്കൻഡറിയിൽ 400 വോൾട്ട് ലഭിക്കുന്നെങ്കിൽ സെക്കൻഡറിയിലെ ചുറ്റുകളുടെ എണ്ണം എത്രയായിരിക്കും? A transformer working on 200 AC supplies a voltage of 400 volt. The number of turns in the primary coil is 1000. What will be the number of turns in the secondary coil? സെക്കൻഡറി കോയിലിലെ ടേൺസിൻ്റെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. സിമ്പിളാണ്. ആൻസർ പറയാം. ടീം ഡി 2000 ടേൺസ്. ഉത്തരം ശരിയാണ്. ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് SLC 2023, 2022, 2021, 2020 മോഡല്, 2022 മോഡല് വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്നുകിൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചോദ്യമായിരിക്കാം. ട്രാൻസ്ഫോമറിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. ടീം ഡിയുടെ ഉത്തരം ശരിയാണ്. 10 പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഇക്വേഷൻ എന്താണ്? ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താണ്? VS/VP = NS/NP. VS/VP = NS/NP. VS എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ സെക്കൻഡറി. VP എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഇൻ പ്രൈമറി. NS നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി. NP നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി. അതുപോലെ വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. VP × IP = VS × IS. എത്ര ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്? 2 ടൈപ്പ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ. ട്രാൻസ്ഫോമറിന്റെ യൂസ് എന്താണ്?
To increase or decrease the voltage of AC. ഓക്കെ, ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ, ലൈക്ക് ഇൻ ഓർഡർ ടു ചേഞ്ച് ദ വോൾട്ടേജ്. ട്രാൻസ്ഫോമറിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ, ഡി സിയിൽ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യില്ല. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഇയോടാണ്. വാട്ട് ആർ ദ മെയിൻ പാർട്സ് ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ മതി. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിന്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെ? ടീം ഇയോടാണ് ചോദ്യം. ഫീൽഡ് മാഗ്നറ്റ്, ഡയഫ്രം. ഫീൽഡ് മാഗ്നറ്റ്, ഡയഫ്രം ഉത്തരം ശരിയാണ്. ഒന്നുകൂടി ഉണ്ടല്ലോ, അതുകൂടെ പറയാൻ പറ്റുമോ? ടീം ഇ വിട്ടുപോയ പറയാത്ത ഭാഗം ഏതാണ്? വോയിസ് കോയിൽ. ഇനി 2 ഏതെങ്കിലും രണ്ടെണ്ണം പറഞ്ഞാൽ മതി. ടീം ഇ പറഞ്ഞ ഉത്തരം ശരിയാണ്, അതുകൊണ്ട് ടീം ഇക്ക് 10 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. ഡയഫ്രം, വോയിസ് കോയിൽ, ഫീൽഡ് മാഗ്നറ്റ് ആണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലെ എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ സൗണ്ട് എനർജി ആയിട്ട് മാറുകയാണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണ്? പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഈസ് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും ടീം ഇയോട് തന്നെയാണ്. എനി വൺ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്നറ്റിസം ഓഫ് ബാർ മാഗ്നറ്റ് ആൻഡ് സോളിനോയിഡ്? സോളിനോയിഡിന്റെയും ബാർ മാഗ്നറ്റിന്റെയും കാന്തികതയിലുള്ള വ്യത്യാസങ്ങൾ ധാരാളം ഉണ്ട്. ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ. ബാർ മാഗ്നറ്റ് പെർമനന്റ്, സോളിനോയിഡ് ടെമ്പററി. ബാർ മാഗ്നറ്റ് ഈസ് എ പെർമനന്റ് മാഗ്നറ്റ് വൈൽ സോളിനോയിഡ് ഈസ് ടെമ്പററി. ടെമ്പററി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് അത് ടെമ്പററി ആകുക? എപ്പോഴാണ് അതിൽ മാഗ്നറ്റിസ് ഉണ്ടാവുക? വെൻ കറണ്ട് പാസസ് ത്രൂ സോളിനോയിഡ്, അല്ലേ? അല്ലാത്ത സമയത്ത് അത് മാഗ്നറ്റ് അല്ല. ടീം ഇക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. മറ്റ് ഡിഫറൻസസുകൾ എന്തൊക്കെയാണ്? ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലേ? ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി നോർത്ത് സൗത്ത് മാറ്റാൻ വേണ്ടി പറ്റില്ല. എന്നാൽ സോളിനോയിഡിന്റെ പൊളാരിറ്റി വി ക്യാൻ ചേഞ്ച്, മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ സ്ട്രെങ്ത്, ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അത് സ്ഥിരമാണ്. സോളിനോയിഡിന്റെ സ്ട്രെങ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാം. എങ്ങനെയൊക്കെയാണ് സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് ചേഞ്ച് ചെയ്യുക? ചുറ്റുകളുടെ എണ്ണം വർദ്ധിക്കുക, ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ്. പിന്നെ പച്ചിരുമ്പ് കോർ ഉപയോഗിക്കുക, അതിന്റെ ഛേദതല വിസ്തീർണം കൂട്ടുക, തിക്നെസ് ഇൻക്രീസ് ചെയ്യുക, വൈദ്യുത പ്രവാഹ തീവ്രത, ഇൻക്രീസ് ദ കറണ്ട്, അല്ലെ? ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ സോളിനോയിഡിന്റെ ശക്തി വർദ്ധിപ്പിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം ടീം ഡിയോടാണ്. You know there will be a magnetic field around a current carrying conductor. Explain Christian Easted's experiment. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിന് ചുറ്റും ഒരു കാന്തിക മണ്ഡലം രൂപപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ് ഇത് കണ്ടെത്തിയത്. ക്രിസ്റ്റ്യൻ ഈസ്റ്റഡിന്റെ ആ പരീക്ഷണം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മാഗ്നറ്റിക് നീഡിൽ ആ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്ത് വെക്കുമ്പോൾ ആ നോർത്ത് പോളിലേക്ക് നിൽക്കുന്ന നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. ഒരു മാഗ്നറ്റിക് നീഡിൽ സാധാരണഗതിയിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് നിൽക്കുക. ആ മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിൽ ഒരു കണ്ടക്ടർ വെച്ച് ആ കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകും. അങ്ങനെ ഡിഫ്ലക്ഷൻ ഉണ്ടാകാൻ കാരണം എന്താണ്? ആ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ അതിനു ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി എന്നുള്ളതാണ്. ദർ വിൽ ബി എ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഇത് കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഈസ്റ്റഡ് ആണ്. ഓക്കെ, ടീം ഡിക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം ടീം സിയോട്. വൈദ്യുതിയിൽ ഉപയോഗിക്കുന്ന പവർ കണക്കാക്കുന്നതിന് സഹായിക്കുന്ന ഏതെങ്കിലും 2 സമവാക്യങ്ങൾ പറയുക. പവർ കണക്കാക്കുന്നതിന് സഹായിക്കുന്ന എനി 2 ഇക്വേഷൻ. പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. പി ഈക്വൽ ടു വി ഇൻറ്റു ഐ. P is equal to V square by R. P equal to V square by R. P is equal to heat by time. H by T. W by T. W by T ഉണ്ട്. പിന്നെ ഒന്നുകൂടി V is equal to I square R. I square R. ഓക്കെ, 2 എണ്ണമേ ഞാൻ ചോദിച്ചുള്ളൂ, പക്ഷെ നിങ്ങൾ 4-5 എണ്ണം പറഞ്ഞു. വെരി ഗുഡ്. ടീം സി
വളരെ ശരിയായ ഉത്തരം പറഞ്ഞിരിക്കുന്നതിനാൽ ടീം സിക്ക് 10 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. പവറിന്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ് പവറിന്റെ യൂണിറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം ടീം ബിയോടാണ്. സേ എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് CFL ഓവർ ഇൻകാൻഡിസെന്റ് ലാമ്പ്. ഇൻകാൻഡിസെന്റ് ലാമ്പിനെ അപേക്ഷിച്ച് CFLനുള്ള 2 മേന്മകൾ പറയൂ. എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് CFL ഓവർ ഇൻകാൻഡിസെന്റ് ലാമ്പ്. ലെസ് ഷാഡോ, ലെസ് ഷാഡോ, മോർ ലൈഫ് സ്പാൻ, നോ no loss of electricity as electricity as heat. നോ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ. ഓക്കെ, അപ്പോൾ ടീം ബി ശരിയുത്തരം തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ടീം ബിക്ക് 10 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ചെറിയ പവറിൽ വർക്ക് ചെയ്യും, അതുകൊണ്ട് കുറഞ്ഞ പവർ, കുറഞ്ഞ എനർജി മാത്രമേ വേണ്ടൂ. അതായത് എനർജി എഫിഷ്യൻ്റ് ആണ്. ഹീറ്റിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെടുന്നത്, വൈദ്യുതി നഷ്ടപ്പെടുന്നത് കുറവാണ്. ഇതൊക്കെയാണ് CFLന്റെ ഗുണങ്ങൾ. CFLന്റെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണ്. ഇതൊരു ഡിസ്ചാർജ് ലാമ്പ് കൂടിയാണ് അല്ലേ? അടുത്ത ചോദ്യം ടീം എയോടാണ്. ഇഫ് 2 റെസിസ്റ്റേഴ്സ് ഓഫ് 2 ohm ആർ കണക്റ്റഡ് ഇൻ പാരലൽ ആൻഡ് 2 ohm ആർ കണക്റ്റഡ് ഇൻ സീരീസ്, കാൽക്കുലേറ്റ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് സർക്യൂട്ട്. 2 ohm റെസിസ്റ്റർ, 2 ohm പ്രതിരോധകങ്ങൾ ശ്രേണി രീതിയിലും 2 ohm പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലും ഘടിപ്പിച്ചിരിക്കുന്നു. ഓരോന്നിലെയും സഫല പ്രതിരോധം കണക്കാക്കുക. ശ്രേണി രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ 4 ഓം സഫല പ്രതിരോധം, സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ 1 ഓം സഫല പ്രതിരോധം. ഉത്തരം ശരിയാണ്. ശ്രേണി രീതിയിൽ, അതായത് സീരീസിൽ ഘടിപ്പിക്കുമ്പോൾ 4 ഓം, സമാന്തര രീതിയിൽ ഘടിപ്പിക്കുമ്പോൾ 1 ഓം. ഉത്തരം ശരിയായതുകൊണ്ട് ടീം എക്ക് 10 സ്കോർ ലഭിക്കുകയാണ്. എങ്ങനെയാണ് സീരീസിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? R = R1 + R2 + R3 അല്ലേ? ഇനിയും കൂടുതലുണ്ടെങ്കിലോ പ്ലസ് എറ്റ്സെട്ര, എത്രയാണെന്ന് വെച്ചാൽ അത്രയും അല്ലേ? R1 + R2 + R3 + R4 അങ്ങനെ പോകും. Rn വരെ അങ്ങ് പോകാം. അതുപോലെ പാരലൽ വരുമ്പോൾ 1/R = 1/R1 + 1/R2 + 1/R3 + അങ്ങനെ എക്സെട്ര 1/Rn വരെ പോകാം. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ 1/R ആണ് കിട്ടുക. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം, അപ്പോൾ അതിൻ്റെ R കിട്ടും അല്ലേ? പാരലൽ സീരീസ് കണക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 4 റൗണ്ടുകൾ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. 4 റൗണ്ട് പൂർത്തീകരിക്കുമ്പോൾ ഓരോ ടീമിനും ലഭിച്ച സ്കോർ എത്രയാണെന്ന് നമുക്ക് നോക്കാം. 4ാമത്തെ റൗണ്ടിൽ ടീം എക്ക് ലഭിച്ചിരിക്കുന്നത് സ്കോർ 15. ടീം ബിയുടെ സ്കോർ 4ാമത്തെ റൗണ്ടിൽ മാത്രം 25. ടീം സിയുടേത് 15. ടീം ഡി 20. ടീം ഇ 20. അതുപോലെ 3ാമത്തെ റൗണ്ടും 4ാമത്തെ റൗണ്ടും ചേർന്ന് ലഭിച്ചിരിക്കുന്ന സ്കോർ ഇനി പറയാം. ടീം എ GHSS പാലയാടിന് 30 പോയിന്റ്. ടീം ബി GHSS പള്ളിക്കുന്നിന് 35 പോയിന്റ്. ടീം സി GHSS ചേലോറക്ക് 40 പോയിന്റ്. ടീം ഡി AVS GHSS കരിവള്ളൂരിന് 30 പോയിന്റ്. ടീം ഇ ചെമ്പിലോട് HSSന് 35 പോയിന്റ്. ടീം സി 40 പോയിന്റോടെ മുന്നിൽ നിൽക്കുകയാണ്. ടീം സിക്ക് അഭിനന്ദനങ്ങൾ. SSLC പാഠങ്ങൾ ഉൾക്കൊള്ളിച്ച പ്രതിദിന പ്രശ്നോത്തരി തുടരുന്നു. റേഡിയോ ടീച്ചർ. അഞ്ചാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും റെഡിയല്ലേ? 5ാമത്തെ റൗണ്ടിലെ ആദ്യത്തെ ചോദ്യം ടീം എയോടാണ്. കുറച്ച് വിശദീകരിക്കേണ്ട ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ അല്പം വിശദീകരിക്കേണ്ടി വരും.
എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഡിസ്ചാർജ് ലാമ്പ്. ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രവർത്തനം വിശദീകരിക്കുക. എങ്ങനെയാണ് ഡിസ്ചാർജ് ലാമ്പ് പ്രവർത്തിക്കുന്നത്? ടീം എ. ഊർജം കൈവരിച്ച കണികകൾ ഉയർന്ന ഊർജ്ജ നിലകളിലേക്ക് എത്തുകയും പിന്നീട് അത് സാധാരണ നിലകളിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ താപോർജ്ജം കൂടുതലായി പ്രകാശോർജ്ജമായി മാറുന്നു. ഉത്തരം ഭാഗികമായി ഒരു 70% ശരിയാണ്. കുറച്ചുകൂടെ നന്നായി പഠിക്കേണ്ടതുണ്ട് ആ ഭാഗം. കൂടെയുള്ള ആൾക്ക് വിശദീകരിക്കാനുണ്ട് എന്തെങ്കിലും കൂടുതലായി? ഇല്ല. ടീം ബിക്ക് അത് ഒന്ന് മുഴുവനായും വിശദീകരിക്കാൻ പറ്റുമോ? When high potential difference is applied, the excited atom come back in original state as they attain stability. Energy stored in them radiates as light. ഓക്കെ, കുറെ കൂടെ ശരി ഉത്തരമായി. ഡിസ്ചാർജ് ലാമ്പിൽ ആ ട്യൂബിൽ കൂടി ട്യൂബിനകത്തുള്ള വാതകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ അതിനകത്തുള്ള ആറ്റങ്ങൾ എക്സൈറ്റഡ് ആകും. എക്സൈറ്റഡ് ആയത് തിരിച്ച് അത് പഴയ അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിന് ലഭിച്ച എനർജി അത് ലിബറേറ്റ് ചെയ്യും, പുറത്തുവിടും. അത് പുറത്തു വിടുന്നത് ലൈറ്റിൻ്റെ രൂപത്തിലായിരിക്കും. ഇതാണ് ഡിസ്ചാർജ് ലാമ്പ്. ടീം എക്ക് 5 സ്കോർ കൊടുക്കാം, ടീം ബിക്കും 5 സ്കോർ കൊടുക്കാം. ഡിസ്ചാർജ് ലാമ്പുകൾ പലതരത്തിലുള്ള ഡിസ്ചാർജ് ലാമ്പുകളുണ്ട്. ഫ്ലൂറസൻ ലാമ്പ്, നമ്മൾ സാധാരണയായി വീട്ടിലുകളിൽ ഉപയോഗിക്കുന്ന ട്യൂബ് ലൈറ്റ് എന്ന് വിളിക്കുന്ന ഫ്ലൂറസൻ ലാമ്പ്, CFL കോമ്പാക്റ്റ് ഫ്ലൂറസൻ ലാമ്പ്, ഇതൊക്കെ ഡിസ്ചാർജ് ലാമ്പുകളാണ്. ഈ CFLന് നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി കുറച്ച് മതി. അതുപോലെ മറ്റു പല ഡിസ്ചാർജ് ലാമ്പുകളിൽ പല തരത്തിലുള്ള നിറങ്ങൾ, പല നിറത്തിലുള്ള പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്ചാർജ് ലാമ്പുകളും ഉണ്ട്. ഷോപ്പുകളുടെ ബോർഡുകളൊക്കെ അത്തരം ഡിസ്ചാർജ് ലാമ്പുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിറച്ചിരിക്കുന്ന വാതകത്തിനനുസരിച്ചായിരിക്കും അതിൽ പുറപ്പെടുന്ന പ്രകാശത്തിൻ്റെ നിറം. ഡിസ്ചാർജ് ലാമ്പുകൾ ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഏതായാലും ടീം എക്ക് 5 പോയിന്റ്, ടീം ബിക്ക് 5 സ്കോർ ലഭിച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ടീം ബി ചോദ്യം ഇതാണ്: റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്ന് പറയുക. വലത് കൈ പെരുവിരൽ നിയമം എന്താണ്? When an object move mutually perpendicular direction. മുഴുവനായി അറിയില്ല എങ്കിൽ അടുത്ത ടീമിന് പാസ് ചെയ്യാം. Hold your right hand. This thumb point represent the direction of motion of the conductor. The middle forefinger indicates the direction of magnetic field. The middle finger indicates the direction of induced EMF. ഓക്കെ, ചോദ്യം ഞാൻ അടുത്ത ടീമിനോട് ചോദിക്കട്ടെ. ടീം സിയോട് കൂടെ ചോദിക്കട്ടെ. ഉത്തരം എന്താണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പറയൂ. ടീം സി പറയൂ. വലത് കൈ പെരുവിരൽ നിയമം. തള്ളവിരൽ വൈദ്യുത പ്രവാഹത്തിന്റെ ദിശയിൽ പിടിച്ചിട്ട് ഒരു ചാലകത്തെ വലത് കൈകൊണ്ട് ചുറ്റിപ്പിടിച്ചാൽ ചാലകത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു വിരലുകൾ കാന്തിക മണ്ഡലത്തിന്റെ ദിശയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു നിയമത്തിന് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു വലംപിരി സ്ക്രൂ നിയമം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. നേരത്തെ നിങ്ങൾ ടീം ബി പറഞ്ഞത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആയിപ്പോയി. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ അല്ല ഉദ്ദേശിച്ചത്, ഇത് മാക്സ്വെല്ലിന്റെ ആണ് അല്ലേ? വലത് കൈ പെരുവിരൽ നിയമം, അതായത് തമ്പ് റൂൾ. അതൊരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള നിയമമാണ്. ടീം സി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. തമ്പ് കറണ്ടിന്റെ ഡയറക്ഷനിൽ പിടിച്ചാൽ മറ്റു വിരലുകൾ സൂചിപ്പിക്കുന്നത് അതിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇപ്പോൾ ടീം സിക്ക് പാസ് ചെയ്ത് കിട്ടിയതായതുകൊണ്ട് 5 പോയിന്റ്. ടീം ബി ശരി ഉത്തരം പറഞ്ഞില്ല, അതുകൊണ്ട് പോയിന്റ് ഒന്നും ലഭിക്കുന്നില്ല. അടുത്ത ചോദ്യം ടീം സിയോട് തന്നെയാണ്. ഡിഫൈൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. വൈദ്യുത കാന്തിക പ്രേരണം എന്താണ് എന്ന് വിശദീകരിക്കുക. വൈദ്യുത കാന്തിക പ്രേരണം. ഒരു ചാലകത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ആ ചാലകത്തിന്റെ കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാവുകയും ഇത് കാരണം ഒരു EMF പ്രേരിതമാവുകയും ചെയ്യുന്നു. ഈ പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ഒന്നുകൂടി ആവർത്തിച്ച്. ഒരു ചാലകത്തിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകുമ്പോൾ ആ ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഇത് കാരണം ഒരു EMF പ്രേരിതമാകുന്നു. ഈ പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. ആണോ ടീം ഡി? ടീം ഡിയുടെ അഭിപ്രായം എന്താണ്? Whenever there is a change linked with a magnetic field, an induced EMF is induced within the coil. അതായത് അതിൽ വൈദ്യുതി കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് ഒരു ചാലകത്തിൽ വൈദ്യുതി കൊടുക്കുമ്പോൾ എന്നല്ലേ? ഒരു ചാലകം കാന്തിക മണ്ഡലത്തിൽ വ്യതിയാനം ഉണ്ടാക്കുമ്പോൾ ആ ചാലകത്തിൽ ഒരു EMF ഉണ്ടാവും.
അങ്ങനെയല്ലേ? whenever there is a change in the magnetic flux, മാഗ്നറ്റിക് ഫ്ലക്സിന് മാറ്റമുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കോയിൽ ഒരു EMF ഉണ്ടാകും, പ്രേരണം ചെയ്യപ്പെടും. അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ടീം സി ഉത്തരം ശരിയായില്ല. ടീം ഡിക്ക് 5 പോയിന്റ് പാസ് ചെയ്ത് വന്നത് കിട്ടുക. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ജനറേറ്റർ വർക്ക് ചെയ്യുന്നത് അല്ലേ? വൈദ്യുതി ഉണ്ടാക്കാനുള്ള മാർഗം ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനറേറ്റർ. ജനറേറ്റർ 2 തരത്തിലുണ്ട് അല്ലേ? AC ജനറേറ്ററും DC ജനറേറ്ററും. ഓക്കെ, അപ്പോൾ ടീം ഡിയോടാണ് അടുത്ത ചോദ്യം. സെൽഫ് ഇൻഡക്ഷൻ എന്നാൽ എന്താണ്? സെൽഫ് ഇൻഡക്ഷൻ, വാട്ട് ഈസ് സെൽഫ് ഇൻഡക്ഷൻ? സെൽഫ് ഇൻഡക്ഷൻ, whenever there is an AC passed through a solenoid, the magnetic field linked with the solenoid changes. Thus an EMF is induced in the solenoid which is opposite to the direction of the current. This phenomenon known as self-induction. സെൽഫ് ഇൻഡക്ഷൻ, വെരി ഗുഡ്. സെൽഫ് ഇൻഡക്ഷന്റെ ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. ടീം ഡിക്ക് 10 പോയിന്റ്, 10 പോയിന്റ് ടീം ഡിക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു കോയിൽ കൂടി AC പ്രവഹിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചേഞ്ച് കാരണം അതിനകത്ത് തന്നെ ഒരു പുതിയ EMF ഉണ്ടാകും. അത് അതിൽ കൊടുത്തിരിക്കുന്ന ഒഴുകുന്നതിന് എതിരായിട്ടുള്ളതായിരിക്കും. അതിനെ ബാക്ക് EMF എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഇങ്ങനെ ബാക്ക് EMF ഉണ്ടാകുന്നതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുക. ഈ സെൽഫ് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന ആ ഡിവൈസിന് നമ്മൾ ഒരു പേര് പറയുമല്ലോ, ഇൻഡക്ടർ എന്നാണ് പറയുക അല്ലേ? ഇൻഡക്ടറിന് ഒരു മെറിറ്റ് ഉണ്ട്. ഇൻഡക്ടറിന്റെ യൂസ് എന്താണ്? വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇൻഡക്ടർ? Reduce the current to a desired value. It can reduce the current without loss of power. അതാണ് അതിന്റെ മെറിറ്റ്. വിത്തൗട്ട് ലോസ് ഓഫ് പവർ ആണ്. അതേസമയം റെസിസ്റ്ററിന്റെ ഡീമെറിറ്റ് എന്താണ്? റെസിസ്റ്ററിന്റെ ഡീമെറിറ്റ് പവർ ലോസ് ആകും, ഹീറ്റ് എനർജി ആയിട്ട് ലോസ് ആകും. അതേസമയം ഇൻഡക്ടറിനെ കറണ്ട് കുറക്കാൻ സാധിക്കും, പക്ഷേ പവർ ലോസ് ആവില്ല. പക്ഷേ റെസിസ്റ്ററിന് ഒരു മെറിറ്റ് ഉണ്ട് ഇൻഡക്ടറിനെ അപേക്ഷിച്ച്, അറിയോ? ഇൻഡക്ടർ AC മാത്രമേ വർക്ക് ഇൻഡക്ടർ വർക്ക്സ് ഓൺലി ഇൻ AC, ബട്ട് റെസിസ്റ്റേഴ്സ് ക്യാൻ വർക്ക് ഇൻ ബോത്ത് AC ആൻഡ് ഓൾസോ ഇൻ DC. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോൾ ഇൻഡക്ടറിനെ എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റൂല. AC സർക്യൂട്ടുകളിൽ മാത്രമേ ഇൻഡക്ടേഴ്സ് ഉപയോഗിക്കാൻ പറ്റൂല. അതേസമയം റെസിസ്റ്റർ AC-യിൽ ഉപയോഗിക്കാം, DC-യിലും ഉപയോഗിക്കാം. ഓക്കെ, നാളെ ഇതേ സമയം ഭൗതികശാസ്ത്ര പ്രശ്നോത്തരി 4ാം ഭാഗം. ക്വിസ് മാസ്റ്റർ KV പ്രദീപ് കുമാർ, ഫിസിക്സ് അധ്യാപകൻ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ, തളിപ്പറമ്പ. അവതരണം ആകാശവാണി കണ്ണൂർ. ആശയം ആവിഷ്കാരം PV പ്രശാന്ത് കുമാർ. നിർവഹണ സഹായം AK രതീഷ്, കവിതാനാഥ്, ശ്രീകല ബിജു, ജ്യോതി രാജീവ്, സഞ്ജന രാമകൃഷ്ണൻ. റേഡിയോ ടീച്ചർ.